എന്താണ് കരുണാകരക്കുറുപ്പ് അദ്ദേഹം? വീഡിയോ മെസ്സേജ് കണ്ടിരുന്നു. കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? ദ്രോണാചാര്യർ, രാഷ്ട്രീയത്തിലെ ദ്രോണാചാര്യർക്ക് ഞാൻ അയച്ച ബ്രഹ്മാസ്ത്രം തടുത്തു നിർത്താനായില്ല എന്ന് തോന്നുന്നു. ഡോ, താൻ എന്താണോ വിചാരിച്ചത്? താൻ മാത്രം അങ്ങോട്ട് മിടുക്കാൻ, ബാക്കിയുള്ളവരൊക്കെ താൻ പറയുന്നത് കേട്ട് സിന്ദാബാദ് വിളിച്ചു കിടക്കുന്ന ഊപ്പകളാണെന്നോ? പ്രകാശ, അതേടോ പ്രകാശന. ഡോ, താൻ ഉണ്ടാക്കി വെച്ച പത്മവ്യൂഹത്തിൽ അകപ്പെട്ട് ഞാണുമുറിഞ്ഞ വില്ലുമായിട്ട് നിൽക്കുന്ന 16 വയസ്സുകാരനല്ല ഈ പ്രകാശൻ. അമ്പൊഴിയാത്ത ആവനാഴിയുമായി നിൽക്കുന്ന വില്ലാളി വീരന്. കേരള രാഷ്ട്രീയത്തിലെ ദ്രോണാചാര്യര് ഈ ഇലക്ഷൻ സമയത്ത് തന്റെ മരുമകൻ മനോജ് പണം മോഷ്ടിക്കുന്ന വീഡിയോ ഞാൻ ആ പോലീസ് ഓഫീസർക്ക് ഇട്ട് കൊടുത്താൽ താൻ നാറും. നാളത്തെ പ്രമുഖ ചാനലുകളിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയകളിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ ഈ വാർത്ത ചൂടപ്പം പോലെ വിറ്റുപോകും. അയ്യോ, XMLA കരുണാകരക്കുറുപ്പിന്റെ മരുമകനെ മോഷണക്കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. ആഹാ, എന്താ ഒരു ടൈറ്റിൽ! എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പ്രമാണവും ചെക്കുകളും ഞാൻ ചോദിച്ച പണമടങ്ങിയ ബാഗും ഈ പ്രകാശന്റെ കാൽ കീഴിൽ വച്ചിട്ട് കരുണാകരക്കുറുപ്പിന് തിരിച്ചു പോകാം. എന്തോ മോഹിച്ചിട്ട് ഒടുവിൽ കിട്ടിയത് മണ്ണാങ്കട്ട അല്ലേ? അതാണ് പ്രകാശ ഈ മണ്ണിന്റെ ഒരു പ്രത്യേകത. എത്ര ചവിട്ടി താഴ്ത്താൻ നോക്കിയാലും ഒരു നാള് നമ്മുടെ മുകളിലേക്ക് പോകും. നീ എന്താണ് ഈ കരുണാകരക്കുറുപ്പിനെ കുറിച്ച് കരുതിയത്? നിന്റെ അനുജൻ പണം മോഷ്ടിക്കുന്ന ഒരു വീഡിയോ അയച്ച് എന്നെ അങ്ങെടുത്ത് കൊടുക്കാമെന്നോ? നിന്റെ അനുജൻ ആ വായിക്ക് കൊള്ളാത്ത ദരിദ്രവാസി ചെറുക്കനെ എന്റെ മോളുടെ തലേന്ന് എങ്ങനെ ഒഴിവാക്കി വിടാമെന്നാലോചിച്ച് തല പുണ്ണാക്കിയിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് നീ അതിനുള്ളൊരു മാർഗം എനിക്ക് കാണിച്ചു തന്നത്. അയ്യോടാ, ഇനിയിപ്പോ നീ ഈ വീഡിയോ ഡിലീറ്റ് ഒന്നും ഒരു കാര്യമില്ല പ്രകാശ. അത് എന്റെ ചേച്ചിയുടെ ഫോണിലെ ഫയലിൽ ഭദ്രമായിട്ടിരിപ്പുണ്ട്. സാറേ, ചതിക്കരുത്. മനോജിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കരുത്. അവന്റെ ഒരു സഹോദര സ്നേഹം. പ്രകാശ, ഇന്ന് രാത്രിക്ക് മുൻപ് എൻ്റെ മോള് ഹരിത എൻ്റെ വീട്ടിലെത്തിയിരിക്കണം. ഹരിത മാത്രം. അത് ഹരിത മാത്രം?
എടാ കുനഷ്ടവും കുതന്ത്രവും കണ്ടുപിടിച്ച ആളല്ലേടാ നീ. അതിനുള്ള മാർഗവും നീ തന്നെ കണ്ടുപിടിച്ചിരിക്കണം. അല്ലെങ്കിൽ മാധവന്റെ 2 ആൺമക്കളും ഒന്നിച്ച് ജയിൽവാസം അനുഭവിക്കേണ്ടി വരും. ചതിക്കരുത് കുറുപ്പ് സാറേ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിലേ ഇനി നിന്നെ കാണാൻ വരുമ്പോ കുറുപ്പ് ഇങ്ങനെ പെട്ടിയിൽ മണ്ണുമായിട്ടൊന്നും വരില്ല. പെട്ടിയിൽ കിടക്കുന്ന നിന്റെ നെഞ്ചത്തിടാൻ കയ്യിൽ ഒരു പിടി മണ്ണുമായിട്ടായിരിക്കും വരുന്നത്. വണ്ടിയിടും മോനെ. ഇതെന്താ വിക്രമേട്ട എക്സിക്യൂട്ടീവ് ലുക്കില്? വെറുതെ ഇട്ട് നോക്കിയതാണോ? പേടിക്കണ്ട, ഈ ഡ്രസ്സൊക്കെ പഴയതിൽ നന്നായി ചേരുന്നുണ്ട്. ദാ ചായ കുടിക്ക്. വർഷേ, ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ടത് എനിക്കിതൊക്കെ ഇപ്പോഴും പാകമാണെന്ന് ഉറപ്പിക്കാനല്ല, മനസ്സിലായോ? ഞാൻ ഇന്ന് മുതൽ ഓഫീസിലേക്ക് പോവാ. വിക്രമേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഓഫീസിൽ പോവാനോ? ഒന്നും പറ്റില്ല. ഡോക്ടർ പറയുന്നവരെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. വർഷയുടെ ഒറ്റയ്ക്കാക്കിട്ട് പുറത്തു പോകാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല.